അല്ല നജീബ് സാറേ, കടലക്കാരനും ജി എസ് ടിന്റെ തലക്കടി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആക്ച്വലി എന്താണ് ജി എസ് ടി? ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇത് 2017 ജൂലൈ 1-ാം തീയതിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ജൂലൈ മുതലാണ് ഇതിൽ നിലവിൽ. ഇത് ഗുഡ്സിന്റെയും സർവീസിന്റെയും മുകളിൽ നമ്മൾ അടക്കേണ്ട ടാക്സിനെയാണ് ജി എസ് ടി എന്ന് പറയുന്നത്. ഇത് പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോ അറിവോ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജി എസ് ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വളരെയധികം പാനിക് ആവുന്നതും കൺഫ്യൂസ്ഡ് ആവുന്നതും. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി എല്ലാവരും നമ്മൾ ഈ ടാക്സ് ഗവൺമെന്റിലേക്ക് അടച്ചു പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചൊരു നല്ല ധാരണയും വ്യക്തതയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ബിസിനസ്മാൻമാർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഇത്. തീർച്ചയായിട്ടും. ആരൊക്കെയാണ് ഈ ജി എസ് ടി എടുക്കേണ്ടവര്? ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം രൂപ ക്രോസ് ചെയ്താൽ അവന് 20 ലക്ഷം രൂപ അത് ബാങ്കിലൂടെയോ ക്യാഷ് ആയിട്ടോ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ജി എസ് ടി 30 ദിവസത്തിന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യാനും എടുക്കാനും ബാധ്യസ്ഥനാണ്. അതേസമയം ഗുഡ്സ് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവന് 40 ലക്ഷം രൂപ വരെ കേരളത്തിൽ ആ ലിമിറ്റ് നിലനിൽക്കുന്നുണ്ട്. 40 ലക്ഷം ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതുള്ളൂ. എന്നാലോ ഈ 20 ലക്ഷമോ 40 ലക്ഷമോ അല്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചില വ്യാപാരികൾ, ചില ബിസിനസ്മാൻമാർ കമ്പൽസറി ആയിട്ട് ജി എസ് ടി എടുക്കേണ്ട കാറ്റഗറി ഉണ്ട്. അപ്പൊ ഇതിനെ മൂന്നിനെയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതും അതിന്റെ ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇത് വേണ്ടത്? അതായത് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ചിലവർക്ക് ആദ്യം തന്നെ ജി എസ് ടി എടുക്കേണ്ടതുണ്ട്. അത് ഏത് ടൈപ്പ് ആണ്? അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിൽപ്പന നടത്തുന്നവർ കമ്പൽസറിയാണ്. അതുപോലെ നമ്മളിപ്പോ പ്രധാനപ്പെട്ട പറയാ യൂട്യൂബ് ഇൻകം, അതുപോലെയുള്ള വിദേശത്തു നിന്നൊക്കെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അവർ നിർബന്ധമായിട്ടും ജി എസ് ടി എടുക്കണം. അതുപോലെ നമ്മൾ കാഷ്വൽ ട്രേഡേഴ്സ് എന്ന് പറയും. നമ്മൾ പല ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, നമ്മളൊരു ഫെയറിന് വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനത്തോ സ്ഥലത്തോ പോയിട്ട് അവിടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേണം. പിന്നെ അതുപോലെ ISD എന്ന് പറയും, ഇൻപുട്ട് സർവീസ് ഡീലർ എന്ന് പറയും. ഇങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അതുപോലെ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ബിസിനസ് ചെയ്യുന്ന ആളുകൾ കമ്പൽസറി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കും. പക്ഷേ പലരുടെയും ധാരണ 20 ലക്ഷം രൂപ മുകളിലുള്ളവരുടെ മാത്രം ജി എസ് ടി മതിയല്ലോ എന്ന് ധാരണയുണ്ട്. പക്ഷേ ഈ ഒരു തെറ്റിദ്ധാരണ അവർക്ക് മതിയായ അതിനെക്കുറിച്ചൊരു അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. പൊതുവെ നമ്മൾ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും, നീ വെറുതെ ജി എസ് ടി ഒന്നും ഇതിനെടുക്കേണ്ട ആവശ്യമില്ല, ഇനി ജി എസ് ടി എടുത്തിട്ട് നീ വെറുതെ എടുത്ത് സ്വീപ്പാവാൻ നിൽക്കേണ്ട ചങ്ങായി, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് അത് ഒരു തെറ്റായ മതിയായ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ ആ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ടാക്സ് അടക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും റോഡുകൾ പാലങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ഈ നികുതി പണം കൊണ്ടാണ് ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു രാഷ്ട്രത്തും ഇപ്പൊ GCC-യിലാണ്, യൂറോപ്പിലാണ്, അവിടെയൊക്കെ ടാക്സുകൾ ഉണ്ട്. ഇന്ത്യയേക്കാൾ കൂടുതൽ ഇൻകം ടാക്സും GST പോലെയുള്ള ടാക്സ് അടക്കുന്ന പല രാഷ്ട്രങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സാണ്. ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ഗവൺമെന്റ് കണ്ടെത്തുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ ധരിക്കുന്നത് നമ്മളുടെ ബിസിനസ് ഇൻകം ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന എല്ലാം GPay, അതായത് ഗൂഗിൾ പേ രീതിയിലാണ്. നമ്മളാരും ക്യാഷോ അല്ലെങ്കിൽ ചില്ലറ കൊണ്ടൊന്നും ഒരു വ്യാപാരികളും ബുദ്ധിമുട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ GPay എല്ലാം പോയിട്ട് ബാങ്കിന്റെ റെക്കോർഡിലാണ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് റെക്കോർഡാവുന്നത്. ഈവൻ നമ്മൾ പല സ്റ്റേറ്റുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പാനിപ്പുരി വിൽക്കുന്ന അല്ലെങ്കിൽ കടലക്കാരന് വരെ GST വരുന്നു. അത് വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബാങ്ക് റെക്കോർഡിൽ GPayയിൽ വരുന്ന എമൗണ്ട് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ ഈ പറയുന്ന ഗുഡ്സ് സർവീസിന്റെ ലിമിറ്റിന്റെ മുകളിൽ വരുമ്പോൾ GST ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടെത്തും, അവർക്ക് നോട്ടീസ് അയക്കും. അപ്പോൾ ഇത് ടൈമിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഫൈനും പെനാൽറ്റി ഒന്നും ഇല്ലാതെ GST മാത്രം നമുക്ക് അടച്ചു പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതേസമയം ഇത് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ഓഫീസർക്ക് നോക്കാൻ പറ്റുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങളെ നോട്ടീസ് അയക്കുമ്പോൾ നിങ്ങൾ ഈ ടാക്സിന്റെ പുറമെ വലിയൊരു എമൗണ്ട് പെനാൽറ്റിയും ഇൻട്രസ്റ്റും അടച്ച് നമ്മളുടെ എല്ലാ വരുമാനവും ഇൻകം ഒക്കെ ഇതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. GSTയുടെ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്വത്തിനും അതല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന്റെ സ്വത്ത് വരെ അവർക്ക് ഇത് വസൂലാക്കാൻ അവർക്ക് അതിന് അധികാരമുണ്ട്. ഒരു കോടതിയിൽ പോയാൽ പോലും നമുക്ക് ടാക്സ് ഇളവ് കിട്ടുക എന്ന് പറയുന്നത്
പ്രയാസമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് ഒരിക്കലും കോടതി ഒരിക്കലും ടാക്സ് അടക്കേണ്ടെന്ന് പറയില്ല. അതിന് എന്തെങ്കിലും കുറച്ച് സമയം സാവകാശം കൊടുക്കണം എന്നേ പറയാൻ സാധ്യതയുള്ളൂ. ന്യായമായിട്ട് അടക്കേണ്ടത് ഗവൺമെൻറ്റിലേക്ക് അടക്കുക തന്നെ വേണ്ടി വരും, അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ നമ്മൾ സമയത്ത് കൃത്യമായിട്ട് ഇതെല്ലാം പഠിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഉചിതം തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഒരു നിർബന്ധിത ഘട്ടത്തിൽ GST എടുക്കേണ്ടേ വന്നു, അതായത് നമ്മൾ പറഞ്ഞ ലിമിറ്റൊക്കെ ക്രോസ് ചെയ്തു. അത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. അതിൽ പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള വരുമാനങ്ങളോ കാര്യമോ അല്ലെങ്കിൽ GST അടക്കേണ്ട കാര്യമോ ഇല്ല. ആ സമയത്ത് GST ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇതൊരു തീരെ തലവേദനയായി മാറും, അതുകൊണ്ട് GST എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അങ്ങനെ പറയുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, അത് ശരിയല്ല. അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മൾ GST സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ബിസിനസ് ഇല്ല, നമ്മൾ നിർത്തി പോകുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ പറയുന്ന ടേൺ ഓവർ നമുക്കൊരു വർഷത്തിൽ ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും GST ക്യാൻസൽ ചെയ്യാം. GST ക്യാൻസൽ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നമുക്ക് അതുവരെ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ടാക്സ് ഇൻപുട്ടായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ GST സൈറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചടക്കണം. ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് എടുത്തതാണ്, തിരിച്ചടക്കണം. അതുപോലെ നമ്മളുടെ മതിയായ അതിൻ്റെതായ കാരണങ്ങൾ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എന്ത് കാരണം കൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്? നിങ്ങൾ ബിസിനസ് നിർത്തുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേൺ ഓവർ കുറവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ എടുത്ത ആൾ മരണപ്പെട്ടാലും ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരിക്കലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് GST എടുക്കുകയും ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. വളരെ സിമ്പിളാണ് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, നമ്മൾ GST ടൈമിൽ എടുക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻഡ് യൂസറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ സപ്ലയർ എടുത്തുനിന്ന് നമ്മൾ ആ ടാക്സ് മേടിക്കുകയും ഗവൺമെന്റിലേക്ക് അടക്കുകയും ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇതിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ടാക്സും ഈടാക്കുന്നില്ല. നമ്മളൊരു ഇന്റർമീഡിയറി ഏജന്റ് മാത്രമാണ്. ടാക്സ് ഗവൺമെന്റ് ഉള്ളതാണ്, അത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറി ഏജന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നുള്ളൂ. അതേസമയം 4 കൊല്ലം കഴിഞ്ഞ് നമ്മൾ GST എടുക്കാത്ത ഒരാളാണെങ്കിൽ 4 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നോട്ടീസ് വന്നാൽ ഒരു കാരണവശാലും നമ്മളെ സപ്ലയറിൽ നിന്ന് നമുക്ക് ആ ടാക്സ് മേടിക്കാനും പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആ ടാക്സ് എടുക്കുകയും അതിന്റെ പെനാൽറ്റി ഇൻട്രസ്റ്റും നമ്മൾ അടക്കേണ്ടി വരും. അതിന്റെ പുറമെ ഇതിന്റെ പൊല്ലാപ്പും തലവേദനയും വളരെയധികം കൂടുതലാണ്. നമുക്ക് ടെൻഷൻ കൂടുക എന്നല്ലാതെ അതിനൊരു പരിഹാരമില്ല, നമ്മൾ അത്രയും അടക്കേണ്ടി വരും. ആ GST എടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് നമ്മൾ ഇതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ആ റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മന്ത്ലി അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. നിൽ ആണെങ്കിലും നിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇല്ലെങ്കിൽ ഗവൺമെൻറ് ആ ഡ്യൂ ഡേറ്റ് ഒരു 11-ാം തീയതിയോ അല്ലെങ്കിൽ 13-ാം തീയതിയോ അല്ലെങ്കിൽ 20-ാം തീയതിയോ 22-ാം തീയതിയോ ഇങ്ങനെ 2, 3, 4 ഡേറ്റുകളുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്. ആ ഡേറ്റിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെതായ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പെർ ഡേ അതിൻ്റെ ഒരു ലേറ്റ് ഫീ നമുക്ക് വരും. ആ ടാക്സ് അടക്കാനുണ്ടെങ്കിലോ ആ ലേറ്റ് ഫീയുടെ പുറമെ ആ ടാക്സിൻ്റെ മുകളിൽ അടക്കാനുള്ള ടാക്സിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും വരും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടിയുള്ള ഒരു നല്ല നിയമം പാലിക്കുന്ന ഒരു വ്യാപാരി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ITC ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും വരാം. ITC എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അടക്കുന്ന ടാക്സ് നമ്മുടെ സപ്ലയർ നമ്മുടെ പേരിൽ ഫയൽ ചെയ്യും നമ്മുടെ GST. അപ്പോൾ ആ എമൗണ്ട് നമ്മുടെ GSTയിൽ കയറി വരും. അതൊക്കെ സമയത്ത് ഇനി അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ITC എന്ന് പറയാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അതും അതോടൊപ്പം തന്നെ പല കേസുകളിലും നമ്മൾ ഫയൽ ചെയ്തത് നമ്മുടെ സപ്ലയർ ഫയൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കൃത്യസമയത്ത് നമുക്ക് ഫയൽ ചെയ്യണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ നമ്മൾ നമ്മുടെ റിട്ടേൺസൊക്കെ റീകൺസിലേഷൻ ചെയ്ത് നമ്മൾ അതെല്ലാം വൃത്തിയായിട്ടും കാര്യക്ഷമയോട് കൂടിയിട്ടും ശ്രദ്ധയോട് കൂടിയും ചെയ്യണം എന്നുള്ളതാണ് നിയമം പറയുന്നതും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലേറ്റ് ഫീയും പെനാൽറ്റിയൊക്കെ നമുക്ക് വരാവുന്നതാണ്. അല്ല രഞ്ജിത്ത് സാറേ, നിങ്ങളുടെ ഈ ഓഫീസിൽ എന്തൊക്കെ സർവീസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ ഓഫീസിൽ ഇൻകം ടാക്സും GSTയും PF ESI തുടങ്ങിയ വ്യാപാരികൾക്ക് ആവശ്യമായ എല്ലാവിധ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ടാക്സ് പ്ലാനിങ്, ഇന്റേണൽ ഓഡിറ്റിംഗ്, നമ്മളൊരു 1 ഇയറിനൊരു ബിസിനസ്സിന് എന്തൊക്കെ ബഡ്ജറ്റ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഏത് കേസും നമ്മൾ GST നോട്ടീസുകളാണെങ്കിലും ഏത് കേസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള 15 വർഷത്തിൽ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള CA ഫൈനൽ കഴിഞ്ഞ CMA കഴിഞ്ഞ കുട്ടികൾ, സ്റ്റാഫുകൾ നമുക്ക് ഏബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം പെരിന്തൽമണ്ണയിലെ കാലിക്കറ്റ് റോഡിലെ മഷ്രിഖ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ 3rd ഫ്ലോറിൽ MH അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മൾ. ഇവിടെ എപ്പോഴും നമുക്ക് 24 hours നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. ഓഫീസിലല്ലെങ്കിലും നമുക്ക് ഓൺ കോളിലും നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും നമ്മൾ ക്ലയൻസ് ഉണ്ട്, നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചങ്ങായിമാരെ,
ഇതാണ് നമ്മുടെ നജീബ് സാറ്, നജീബുദ്ദീൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന് പെരിന്തൽമണ്ണയിൽ MH അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. നമ്മൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വിളിച്ചാൽ കിട്ടൂല. വാട്സപ്പ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം, ആ സേവനം ഇവിടെ ലഭ്യമാണ്. പിന്നെ അതുകൂടാതെ മൂപ്പര് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് വലിയ വലിയ ക്ലയൻസും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താ അറിയോ, ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നം വരില്ല. നിങ്ങൾ ചെറിയൊരു ബിസിനസ് ആയാലും ശരി, വലിയൊരു ബിസിനസ് ആയാലും എന്തെന്നെ ആയാലും നിങ്ങൾ അതിലൊരു ടാക്സ് വെട്ടിക്കാനോ അത് മുക്കാനോ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പഴയ കാലമൊന്നുമല്ല, എല്ലാ സംഗതിയും വിരൽത്തുമ്പിലുള്ളതാണ്. അവർക്ക് പിടിക്കാൻ യാതൊരുവിധ പ്രശ്നവുമില്ല. അത്രയും ഇതായിട്ട് പിടിക്കും. എന്തിനാണ് നീണ്ടു നിൽക്കുന്നത്? നമ്മൾ ചെറിയൊരു ലാഭം നോക്കും, വലിയൊരു ഫൈൻ കൊണ്ട് അടക്കേണ്ടി വരും. അതിന്റെ പേരിൽ വരുന്ന ബാധ്യതയും പ്രശ്നങ്ങളും അതിനൊന്നും നിൽക്കാണ്ട് നേരായ മാർഗത്തിൽ പോവുക. ഇതുപോലുള്ള നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടന്റിനെ കാണുക. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം തീർക്കുക. വളരെ സുഖമായിട്ട് കച്ചവടം ചെയ്ത് സമ്പാദിക്കുകയും ചെയ്യുക. അതിനനുസരിച്ച് GST അടിച്ച് സുഖമായിട്ട് പോയാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും. ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.